JSK സിനിമ വീണ്ടും സെൻസർ ബോർഡ് കാണുമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ. വ്യാഴാഴ്ച മുംബൈയിൽ വീണ്ടും പ്രിവ്യൂ നടത്തും. സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തതിന് കാരണം പറഞ്ഞിട്ടില്ലെന്നും സെൻസർ സർട്ടിഫിക്കറ്റിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും സിനിമയുടെ സംവിധായകൻ പറഞ്ഞു. ജാനകി എന്ന പേര് മാറ്റണമെന്ന ആവശ്യത്തിന്റെ കാരണം വ്യക്തമല്ല. പുരാണവുമായി ബന്ധപ്പെട്ട് സിനിമയ്ക്ക് യാതൊരു തര ബന്ധവുമില്ലെന്നും ജാനകി എന്ന പേര് മാറ്റണമെങ്കിൽ 96 ഇടങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകൻ പറഞ്ഞു. കൃത്യമായ കാരണം എന്താണെന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പം ഇത് വേറെ മാർഗ്ഗമൊന്നുമില്ല ഇതിനകത്ത്. നമുക്കറിയാവുന്ന മാർഗ്ഗം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. കാരണം ചരിത്രപരമായിട്ടോ പുരാണപരമായിട്ടോ എടുത്തൊരു കഥയൊന്നും അങ്ങനെ ഒരു സിനിമ അങ്ങനെയൊന്നും അല്ല. ഇതൊരു കഥയാണ്. ജാനകി എന്നുള്ള പേര് ഇപ്പം അതിനെപ്പറ്റി ആണോ എന്ന് എനിക്ക് അറിയാത്തടത്തോളം കാലം ഞാൻ അതിനെപ്പറ്റി പറയുന്നൊരു അർത്ഥമില്ല. നമ്മുടെ അടുത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ പേര് കൊണ്ടാണ് എന്ന് ഒഫീഷ്യലി ആരും നമ്മുടെ അടുത്ത് പറയാത്തടത്തോളം കാലം അതിനെപ്പറ്റി ചർച്ച കൊണ്ടുവന്ന അർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആ സിനിമ കണ്ട എല്ലാവരും മികച്ച ഒരു സിനിമ എന്ന് അഭിപ്രായപ്പെട്ട ഒരു സിനിമ ഈ 96 സ്ഥലങ്ങളിൽ കട്ട് ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഉണ്ടാകുന്ന കുറ്റങ്ങളും കുറവുകളും അതിന്റെ ഫ്ലോ ഇല്ലാതാവും. കാരണം ഈ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ജാനകി എന്നുള്ള പല രീതിയിൽ, പല സന്ദർഭങ്ങളിൽ, പല സമയങ്ങളിൽ, പല മോഡുലേഷനിൽ വിളിച്ചിട്ടുണ്ട്.